ദേവീ ശരണം അമ്മേ, ഭാസിപ്പോ നിന്നിലമ്മേ, ജഗതീതുവിധം വിസ്മയക്കാഴ്ചയായി നീ ഭാവിക്കും പോലെ മാത്രം സകലതുമകജേ സംഭവിക്കുന്നു വാർത്താൽ. ഭവ്യം നിൻ പാദപത്മം ഭവഭയമകലെ പോക്കുവാൻ പോന്നതല്ലോ. ഭംഗ്യാ വന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ശ്രീമദ് ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായമാണ് ഇന്നലെ അവലോകനം ചെയ്ത് ദേവിയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചത്. നഹുഷന്റെ ചരിതം. അതിൽ കാമാർത്തിയായ നഹുഷന് ഇന്ദ്രസ്ഥാനം കിട്ടിയപ്പോൾ അതിൽ അഹങ്കരിച്ച് ഇന്ദ്രാണിയെ പ്രാപിക്കാനുള്ള ദുർബുദ്ധി തോന്നി അഗസ്ത്യനെ കാലുകൊണ്ട് ചവിട്ടുകയും ചാട്ട കൊണ്ടടിക്കുകയും ചെയ്ത് അഗസ്ത്യശാപത്താൽ പെരുമ്പാമ്പായി തീർന്ന് പിന്നീട് ശാപമോക്ഷം കിട്ടിയ ഭാഗങ്ങളാണ് ആ നഹുഷചരിതത്തിൽ നാം ഇതുവരെ അവലോകനം ചെയ്തു വന്നത്. ഇന്നു മുതൽ അടുത്ത 10ാം അധ്യായമാണ് അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. ത്രിവിധ കർമ്മങ്ങളെക്കുറിച്ചാണ് ഇതിൽ വ്യാസൻ ജനമേജയന് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. പതിവുപോലെ ജനമേജയന്റെ ചോദ്യത്തോടു കൂടിയാണ് ഈ അധ്യായവും ആരംഭിക്കുന്നത്. കഥിതം ചരിതം ബ്രഹ്മൻ ശക്രസ്യാത്ഭുതകർമ്മണ സ്ഥാനഭ്രംശസ്ഥതാ ദുഃഖപ്രാപ്തിരുക്ത വിശേഷത യത്ര ദേവാദിദേവ്യാശ്ച മഹിമാതീവ വർണ്ണിത സന്ദേഹോത്രമവാപ്യസ്തി യച്ഛക്രോപി മഹാതപാ. ഹേ ബ്രഹ്മജ്ഞ എന്ന് വിളിക്കുകയാണ് വ്യാസനെ. അത്ഭുതകരമായിട്ടുള്ള ശക്രന്റെ സ്ഥാനഭ്രംശത്തിന്റെയും അതുപോലെ അദ്ദേഹത്തിനുണ്ടായ ദുഃഖത്തിന്റെയും കഥ അങ്ങ് പറഞ്ഞതറിഞ്ഞു. അതോടൊപ്പം ഇന്ദ്രാണിയുടെ ദുഃഖവും ആ ദുഃഖം ദേവിയുടെ അനുഗ്രഹത്താൽ നിവർത്തി ആയതും അങ്ങ് വർണ്ണിക്കുകയുണ്ടായി. അതിൽ എനിക്കൊരു സംശയമുണ്ട്. എന്തെന്നാൽ മഹാതപസ്വിയായിട്ടുള്ള ദേവേന്ദ്രന് പോലും ദേവാധിപത്യം നേടിയിട്ടും സഹിക്കാനാവാത്ത ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. 100 യാഗങ്ങൾ ചെയ്ത അത്യുത്തമമായ ഇന്ദ്രസ്ഥാനം നേടി ദേവന്മാരുടെ അധിപതിയായി. എന്നിട്ടും നഹുഷൻ സ്വസ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ടു. ഇതിനൊക്കെ കാരണം എന്തെന്ന് വിചാരിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങ് സർവജ്ഞനും പുരാണാചാര്യനുമാണല്ലോ. ശ്രദ്ധയോടുകൂടി ഇതെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് എൻ്റെ ഈ സംശയങ്ങളെ തീർത്തു തരണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഇവിടെ ജനമേജയൻ ആദ്യമായിട്ട് വ്യാസനോട് ചോദിക്കുന്നത്. ഇങ്ങനെ ജനമേജയൻ ചോദിച്ചപ്പോൾ സത്യവതീസുതനായിട്ടുള്ള വ്യാസൻ വളരെ സന്തോഷവാനായിട്ട് അതിന് ഉത്തരം പറയാൻ തുടങ്ങി. നിബോധ നൃപതിശ്രേഷ്ഠ കാരണം പരമാദ്ഭുതം കർമ്മണസ്തു ത്രിധാ പ്രോക്ത ഗതി തത്വവിധം വരൈ
സഞ്ചിതം വർത്തമാനം ച പ്രാരബ്ധം ഇതി ഭേദത. ഹേ രാജർഷേ, ഹേ ജനമേജയ, അതിനുള്ള അത്ഭുതാവഹമായിട്ടുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം, ശ്രദ്ധയോട് കേട്ടുകൊള്ളൂ. സഞ്ചിതം വർത്തമാനം പ്രാരാബ്ധം എന്നീ ഭേദങ്ങളിലായി കർമ്മത്തിന് 3 വഴിയുണ്ട് എന്ന് പ്രമുഖ തത്വജ്ഞാനികൾ പറയുന്നുണ്ട്. ഇതിന് തന്നെയാണ് സഞ്ചിതം, ആർജിതം, ആഗാമികം എന്ന പേരുകളിലും ഇത് പറയപ്പെടുന്നുണ്ട്. ഇവിടെ സഞ്ചിതം, വർത്തമാനം, പ്രാരാബ്ധം എന്ന പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് തുടർന്നു പോകാം. അനേക ജന്മ സംജാതം പ്രാക്തനം സഞ്ചിതം സ്മൃതം സാത്വികം രാജസം കർമ്മ താമസം ത്രിവിധം പുനഃ. നമ്മളുടെ കഴിഞ്ഞു പോയിട്ടുള്ള അനേകം ജന്മങ്ങളിലായി സംഭവിച്ചതാണ് സഞ്ചിതം എന്ന് പറയുന്ന ഈ പാപങ്ങൾ. കർമ്മം തന്നെയാണ് സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 വിധത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഹേ രാജൻ, ശുഭമായാലും അശുഭമായാലും അനേക കാലം കൊണ്ട് സഞ്ചിതമായ കർമ്മഫലം സുഹൃത ദുഷ്കൃത രൂപേണ അവശ്യം അനുഭവിച്ചേ മതിയാവൂ. ശുഭമായാലും അശുഭമായാലും എന്ന് പറഞ്ഞാൽ പുണ്യമായാലും പാപമായാലും അനേക കാലം കൊണ്ട്, അനേക ജന്മം കൊണ്ട് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ സഞ്ചിതമായിട്ടുള്ള ഫലങ്ങൾ സുഹൃതവും ദുഷ്കൃതവുമായിട്ടുള്ള രൂപത്തിൽ, അതായത് പാപപുണ്യ രൂപങ്ങളിൽ, അതായത് ദുഃഖവും സുഖവുമായിട്ടുള്ള രൂപങ്ങളിൽ അവശ്യം അനുഭവിച്ചേ മതിയാകൂ എന്ന് പറയാ. ജന്മജന്മനി ജീവാനാം സഞ്ചിതാനാം ച കർമ്മണാം നിശേഷസ്തു ക്ഷയോ നാഭൂത് കൽപ്പകോടി ശതൈരപി. ജന്മാന്തരങ്ങളായി മനുഷ്യൻ സഞ്ചയിച്ചു വെച്ചിട്ടുള്ള കർമ്മഫലങ്ങൾ 100 കൽപ്പകോടികൾ കൊണ്ട് പോലും നശിക്കുന്നില്ല എന്ന് പറയാണ്. ഒരു കൽപ്പം എന്നൊക്കെ പറയുന്നത് ശാസ്ത്രോക്തമായിട്ട് നോക്കിയാൽ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പകലിനെയാണ് പറയുന്നത്. ഒരു ദിവസത്തിൽ ഒരു പകല, ഒരു രാത്രി, അങ്ങനെയുള്ള പകല 12 മണിക്കൂറിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ആ ഒരു കൽപ്പം എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്, 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്ന് പറയുന്നു. അതിൻ്റെ കണക്കുകളൊക്കെ ദീർഘമായിട്ട് പറയുന്നുണ്ട്. കൃതം, ത്രേത, ദ്വാപരം, കലി എന്ന് പറഞ്ഞ 4 യുഗങ്ങൾ, 1200 ദേവവർഷം ഈ കലിയുഗം, 2400 ദ്വാപരം, 3600 ത്രേതായുഗം, 4800 കൃതയുഗം. ഇത് 4 കൂടി കൂട്ടിയാൽ 12000 ദേവവർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 43,20,000 ചില്ലാനം നമ്മളുടെ മനുഷ്യരുടെ വർഷമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. അങ്ങനെ 1000 ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. അതിനെയാണ് ഒരു കൽപ്പം എന്നൊക്കെ പറയണത്. ഇവിടെ കോടി കോടി കൽപ്പങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും നമുക്ക് നമ്മളുടെ ബുദ്ധിയിൽ കയറാത്ത സംഗതികളാണ്. ഒരു കമ്പ്യൂട്ടർ ഉണ്ടായാൽ പോലും ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാപകർമ്മങ്ങൾ നമ്മളെ കൊണ്ട് തീരാത്തതാണ്, കഴുകിക്കളയാൻ കഷ്ടമുള്ളതാണ് എന്ന് പറയാണ്. എത്ര ഈ കർമ്മഫലങ്ങൾ നമ്മൾ എത്ര കർമ്മങ്ങൾ അനുഭവിച്ചാലും അത് കഴുകിക്കളയാൻ കഴിയുന്നില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുണ്യകർമ്മങ്ങൾ മാത്രം അല്ലല്ലോ ചെയ്യുന്നത്, പാപകർമ്മങ്ങളും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊക്കെ നോക്കുക, പാപകർമ്മങ്ങളാണ് അധികം, പുണ്യകർമ്മങ്ങൾ കുറച്ചും. അപ്പം ഇത് രണ്ടും ഇങ്ങനെ ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നിടത്തോളം കാലം ഈ പാപവും പുണ്യവും നമ്മളെ